നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 15, 16 തീയതികളിൽ കുംഭൻ രാശിക്ക് കുറച്ച് നല്ല ദിവസങ്ങളാണ്. അത് ജൂൺ 2 വ്യാഴം പ്രതികൂലമായിട്ട് മാറുന്നു. അതിന് തൊട്ടു മുമ്പായിട്ട് വീണ് കിട്ടുന്ന 2 ദിവസങ്ങളാണ്. അത് ബുദ്ധിപൂർവം, കൗശലപൂർവം, വിവേകപൂർവം അത് യൂട്ടിലൈസ് ചെയ്യുക എന്ന് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. കുംഭൻ രാശി മാത്രമല്ല, കുംഭം ലഗ്നവും. ഓക്കെ, കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആണെങ്കിൽ ദയവേത് ഹൈപ്പും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക. വാട്സാപ്പ് നമ്പർ 9847291363. ഈ കാലയളവിൽ, അതായത് അതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മെയ് 14 രാത്രി 10:33 PM മുതൽ മെയ് 16 രാത്രി 10:46 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഇതിനിടയിൽ 14, 15 തീയതികളിൽ 3 രാശി മാറ്റങ്ങൾ പ്രധാനമായിട്ടും നടക്കുന്നുണ്ട്. അതിൽ 2 മാറ്റങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. പ്രത്യേകിച്ച് ബുധൻ, ശുക്രൻ, കൂടാതെ മെയ് 11 മാറിയ ചൊവ്വ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. അനുകൂലമാണ്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അത് മറികടക്കാൻ പറ്റും. പിന്നെ ബുധൻ ഇവിടെ 4-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. അത് 15-ാം തീയതി വെളുപ്പിന് 12:33 AM ബുധൻ അനുകൂലമായിട്ട് മാറുന്നത്. അപ്പോൾ ബൗദ്ധിക മേഖലയിൽ, അതുപോലെ കലാസാഹിത്യ രംഗത്ത്, ബൗദ്ധിക മേഖലയിൽ, വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ നേട്ടങ്ങളാണ്. കൂടാതെ വ്യാഴം ഇപ്പോൾ 5-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. കൂടാതെ ശുക്രൻ 14-ാം തീയതി രാവിലെ 10:55 AM ഇവരുടെ 5-ാം ഭാവത്തിൽ വരുന്നു. അപ്പോൾ ഭൗതിക സുഖങ്ങൾ, ശുക്രനും വ്യാഴവും കൂടി ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് തലവരവ്, അതുപോലെ തന്നെ സർവ്വവിധ സൗഭാഗ്യം, എല്ലാ കാര്യത്തിനും ഒരു സൗഭാഗ്യം ഉണ്ടാവും. അത് മാത്രമല്ല, പിതാവുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, മക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഐശ്വര്യം വന്നു ചേരും. കൂടാതെ 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും. അതുപോലെ തന്നെ പ്രേമ വിവാഹങ്ങൾ സഫലമാവും. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ബുധൻ നേട്ടമാണ്, ചൊവ്വ, ചന്ദ്രൻ, അങ്ങനെ 5 ഗ്രഹങ്ങൾ ഇതിലിവിടെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗുണാധിക്യമാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത്. പ്രതികൂലമായിട്ട് നിൽക്കുന്നത് സർപ്പം, ശിഖി, ശനി. അപ്പോൾ ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. കുംഭൻ രാശിക്ക് പൊതുവെ നല്ല 2 ദിവസങ്ങളാണ് വന്ന് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ജൂൺ 2 വ്യാഴം പ്രതികൂലമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് ശുഭഗ്രഹമാണ് വ്യാഴം, അതുകൊണ്ട് വലിയ ദുരിതങ്ങളൊന്നും വരില്ല. പിന്നെ അത് മാത്രമല്ല, വ്യാഴം മാറുന്നത് ഉച്ചരാശിയിലേക്ക്, കർക്കിടകത്തിലേക്കാണ്. അപ്പോൾ ഹംസയോഗത്തോടു കൂടി നിൽക്കുന്ന വ്യാഴം 6-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിന്നാൽ തന്നെയും സ്വല്പം ഡിസ്കൗണ്ട് ദുരിതങ്ങൾക്കുണ്ടാവും. അത് നമ്മൾ ഇപ്പോൾ മുതൽ തന്നെ, വ്യാഴം മാറുന്നതിന് മുമ്പേ തന്നെ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് ഏറ്റവും വലിയ തുളസിമാല സമർപ്പിക്കുക. വ്യാഴാഴ്ച അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് ഏറ്റവും വലിയൊരു തുളസിമാല എല്ലാ വ്യാഴാഴ്ചയും നൽകുക. അതുപോലെ തന്നെ പാൽപ്പായസം
അതുപോലെ തന്നെ സഹസ്രനാമാർച്ചന ഇതൊക്കെ നടത്തിയാൽ ഭാഗ്യവർദ്ധനമുണ്ടാവും, ദുരിതങ്ങൾ കുറഞ്ഞിരിക്കും. അപ്പോൾ എല്ലാ കുംഭം രാശിക്കാർക്കും മാത്രമല്ല വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.